BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. ഉസ്ബെക്കിസ്ഥാനിലെ MBBS വിദ്യാർത്ഥിനിയായിരുന്ന ഹരിപ്പാട് സ്വദേശിനി സാവരിയ ബസന്ത് എന്ന 21-കാരി ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തോടെ കേരള സ്റ്റോറിയും ലവ് ജിഹാദും വീണ്ടും വ്യാപകമായ ചർച്ചാ വിഷയമാകുന്നു. സാവരിയയെ ദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ വിദ്യാർത്ഥിയുമായ മലപ്പുറം പുലാമന്തോൾ കട്ടുപ്പാറ ഇറവത്ത് കിഴക്കേത്തൊടി സദറുൽ അനം അറസ്റ്റിലായി. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് കൈമാറി നാട്ടിലെത്തിച്ച മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമാണ് ഹരിപ്പാട്ട് സംസ്കരിച്ചത്. സാവരിയയുടെ വീട്ടുകാർ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതിനെ തുടർന്നാണ് റീപോസ്റ്റ്മോർട്ടം നടത്തിയത്. ബുഖാറയിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 20 ദിവസത്തിനകം എംബസി വഴി ലഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭാരതീയ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസുകൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടതെന്ന DGPയുടെ നിർദ്ദേശമനുസരിച്ചാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുക. ആലപ്പുഴയിലെ റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഹരിപ്പാട് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്ന റിപ്പോർട്ട് DGPക്ക് കൈമാറും. അതിനുശേഷമാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുക. സാവരിയയുടെ കാൽപാദം മുതൽ ശിരസ് വരെ അതിക്രൂരമായ ചതവുകളും മുറിവുകളും ഉണ്ടായിരുന്നതായി റീപോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 22 ലക്ഷം രൂപ സംഭാവന നൽകിയാണ് സാവരിയ ബുഖാറ മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം നേടിയത്. മുകളിലെ നിലയിൽ ആൺകുട്ടികളും താഴെ നിലയിൽ പെൺകുട്ടികളും ഒരേ ഹോസ്റ്റലിൽ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. മലയാളികളും നാട്ടുകാരും എന്ന നിലയിൽ സാദറുൽ അനവും സാവരിയയുമായി നല്ല സൗഹൃദത്തിലായിരുന്നു അത്രേ. എന്നാൽ ഈ സൗഹൃദം ഉപയോഗിച്ച് സാവരിയയെ മതപരിവർത്തനം നടത്താൻ സാദറുൽ നിരന്തരം ശ്രമിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. സാവരിയയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബുഖാറയിൽ പോയ പിതൃ സഹോദരൻ ജനീഷാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലീസിനോടും മാധ്യമങ്ങളോടും വിവരിച്ചത്. മതം മാറാനുള്ള ആവശ്യം നിരാകരിച്ചതിനെ തുടർന്ന് പലതവണ സദറുൽ സാവരിയയെ ഉപദ്രവിച്ചിരുന്നതായും ഒരു തവണ കണ്ണിന് പരിക്കേറ്റതായും ജനീഷ് പറയുന്നു. മതം മാറാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നും അവസാനം എന്താണ് ഉണ്ടായതെന്ന് അറിയില്ലെന്നുമാണ് ജനീഷ് പറയുന്നത്. ഇതിനിടെ സദറുലും സാവരിയയും തമ്മിലുള്ള സൗഹൃദം അറിയാവുന്ന സദറുലിന്റെ വീട്ടുകാർ മതം മാറ്റം ആവശ്യപ്പെട്ട് ശബരിയയെ ഭീഷണിപ്പെടുത്തിയതായി സഹപാഠികൾ മൊഴി നൽകിയിട്ടുണ്ട്. സഹപാഠികൾ ഇക്കാര്യം ഉസ്ബെക്കിസ്ഥാനിലെ ഭാരത നയതന്ത്ര പ്രതിനിധി സ്മിത പാന്തിനെയും അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ചില ഏജൻസികളാണ് ഈ മെഡിക്കൽ കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും നടത്തിപ്പും പ്രവേശനവും ഒക്കെ നിയന്ത്രിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം ഭാരത എംബസി നടത്തണമെന്ന് സാവരിയയുടെ കുടുംബവും ആവശ്യപ്പെട്ടു. ഇതിനിടെ ഹിന്ദു ഐക്യവേദി കേരളത്തിലെ 14 ജില്ലകളിലും ലവ് ജിഹാദിനെതിരെ സാവരിയയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പ്രണാമസന്ധ്യ സംഘടിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ, പ്രത്യേകിച്ചും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ജിഹാദികൾ ലക്ഷ്യമിടുന്നതായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ ആരോപിച്ചു. ബുഖാറ മെഡിക്കൽ കോളേജിന്റെ പ്രവേശനത്തിനുള്ള പരസ്യം നൽകിയത് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം വെച്ചാണെന്നും ശശികല ടീച്ചർ ആരോപിച്ചു. ഈ സ്ഥാപനവുമായുള്ള തങ്ങളുടെ ബന്ധവും അന്വേഷണ വിധേയമാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ലവ് ജിഹാദ് കൊലയാളികൾക്ക് വധശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും ശശികല ടീച്ചർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത് ലോകോത്തര സർവകലാശാലകളിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാം. അതിൽ ഒന്നാമത്തെ പരസ്യം ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉസ്ബെക്കിസ്ഥാൻ. ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ILM എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നുള്ളതാണ് ആ സംഘടനയുടെ പേര്. അതിന്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ ഒരു ഏജന്റാണ് അദ്ദേഹം. കോട്ടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILMന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊരു പരസ്യമാണ്. ഇത് ശരിയല്ലെങ്കിൽ
ഞങ്ങൾക്കെതിരെയല്ല കേസ് കൊടുക്കേണ്ടത്, ഈ പരസ്യമിട്ട ഈ കോട്ടക്കല സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിൽ ഇൽമ ഹോസ്റ്റലുകൾ. എന്താണ് ഇൽമ? അറബി വാക്ക് എനിക്ക് അറിയാൻ വയ്യ. ഇൽമ ഹോസ്റ്റലുകൾ. പക്ഷേ നമ്മൾ ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചുള്ള ഒരേ കെട്ടിടത്തിനകത്ത് താമസിക്കാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഇവിടെ ഇസ്ലാമിക വിവാഹങ്ങളിൽ ആണിനും പെണ്ണിനും ഒരു വേദിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വ്യത്യസ്ത വേദിയിലൂടെ വിവാഹവേദിയിലേക്ക്, ഈ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നിടത്ത് പോലും വ്യത്യസ്ത വേദികളിലാണ് ഭക്ഷണം. അടുത്ത ദിവസം ഒരു കല്യാണം അവിടെ നടന്നു. വ്യത്യസ്ത വേദികളിലാണ് ആണിനും പെണ്ണിനും ഭക്ഷണം വിളമ്പുന്നത്. അതാണ് ഇസ്ലാമിക ചുറ്റുപാടെങ്കിൽ, ഇസ്ലാമിക ചുറ്റുപാടിൽ പഠനം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരേ ഹോസ്റ്റലിനകത്ത് ഇവരെ ഇട്ടു? അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ട് മതപരിവർത്തനം എന്ന ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടോ? ഈ കുട്ടി ഒരിക്കലും ഈ ഏജൻസിയുടെ കൂടെയല്ല പോയത്. ഈ മരിച്ച സാവരിയ ആ കുട്ടി ഈ പരസ്യം കണ്ടിട്ടുണ്ടാവില്ല. ആ രക്ഷിതാക്കൾ ഒരിക്കലും ഇത് ഇസ്ലാമിക അന്തരീക്ഷം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവരെ കൊണ്ടുപോയത് തിരുവല്ല ഏജൻസിയാണ്. തിരുവല്ല ഏജൻസിയുടെ പേര് ഞങ്ങൾക്ക് കിട്ടി. അവിടെ ഈ ഇബ്നു സീനി ഇല്ല. ആ സ്ഥാപനത്തിന് 2 സ്ഥാപനം ഒന്നാട്ടോ. അവർ കൊടുത്തിരിക്കുന്ന പരസ്യത്തിലും അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന രേഖകളിലും ഇബ്നു സീന എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന രേഖകളും അവർ കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരും. ഇതടക്കം 3 പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരേ സ്ഥാപനമാണ്. ഈ യൂണിവേഴ്സിറ്റി ഇൻ ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും, അതേപോലെ തന്നെ ഇബ്നു സീന എന്താ അതിന്റെ ബാക്കി മുഴുവൻ പേര് എനിക്ക് തോന്നുന്നില്ല, അതിലറിയപ്പെടുന്നതും വേറെ ഒരു പേരും കൂടിയുണ്ട്. ഈ 3 പേരിൽ അറിയപ്പെടുന്നതും ഒരേ സ്ഥാപനമാണ്. സാവരിയ ലവ് ജിഹാദിന്റെ ഇരയാണെന്നും കാമ്പസുകളിലും വിദേശ കാമ്പസുകളിലും ഇതിന്റെ ശൃംഖല ശക്തമാണെന്നും ഇതിനെതിരെ ഹൈന്ദവ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുമ്പോൾ വിദേശ മെഡിക്കൽ കോളേജുകളിലേക്ക് കുട്ടികളെ അയക്കുന്നവർ ഭയാശങ്കകളോടെയാണ് ഈ സംഭവങ്ങളെ കാണുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.